ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ചൊവ്വാഴ്ച തുടരും. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ സർക്കാരിന് തുറന്ന സമീപനമാണ് ഉള്ളതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കണ്ണൂർ തയ്യിലിൽ 1.5 വയസ്സുകാരനെ കടലിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ഒരു ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പഞ്ചാബിനെതിരെ കേരളത്തിന് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ തിരുവനന്തപുരത്ത് എത്തും. പുത്തരിക്കണ്ടം മൈതാനിയിൽ 2 വ്യത്യസ്ത പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിന് അനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. ബിജെപി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ തുടർന്ന് പങ്കെടുക്കുന്ന അദ്ദേഹം തിരുവനന്തപുരത്തിനായുള്ള നഗരവികസന രേഖയുടെ പ്രഖ്യാപനം ചടങ്ങിൽ നടത്തും. തിരുവനന്തപുരം ബയോ 360 ലൈഫ് സയൻസസ് പാർക്കിലെ CSIR NIST ഇന്നൊവേഷൻ ടെക്നോളജി ആന്റ് ഓൺട്രപ്രണർഷിപ്പ് ഹബിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി തലസ്ഥാനത്തെ സുരക്ഷാ സന്നാഹങ്ങൾ കൂടുതൽ ശക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ശംഖുമുഖം എയർപോർട്ട് മേഖലയും പുത്തരിക്കണ്ടം കിഴക്കേക്കോട്ട മേഖലയും ഇന്നും നാളെയും താൽക്കാലിക റെഡ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കേക്കോട്ടയുടെ 2 കിലോമീറ്റർ പരിധിയിൽ ഡ്രോണുകൾ, പട്ടം, ബലൂണുകൾ എന്നിവ പറത്തുന്നത് നിരോധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിലേക്ക് കടക്കുന്ന എല്ലാ വാഹനങ്ങളും കർശന പരിശോധനയ്ക്ക് വിധേയമാക്കും. നാളെ രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സംസ്ഥാന നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ ശബരിമല വിഷയം നേരിട്ട് സഭയിൽ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിക്കുകയായിരുന്നു. സ്പീക്കർക്ക് മുന്നിൽ ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ഒരു നോട്ടീസ് പോലും നൽകാതെ പ്രതിഷേധിക്കുന്നത് ശരിയായ രീതിയല്ലെന്ന് സ്പീക്കർ കുറ്റപ്പെടുത്തി. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സഭയിൽ ആവശ്യപ്പെട്ടു. ചരിത്രത്തിൽ ആദ്യമായി അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം പ്രതിപക്ഷം ഉപയോഗിച്ചില്ലെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ പ്രതിപക്ഷം എന്തുകൊണ്ട് മിണ്ടുന്നില്ലെന്ന് മന്ത്രി വി. ശിവൻകുട്ടി സഭയിൽ ചോദിച്ചു. അന്തരിച്ച മുൻ സാമാജികർക്ക് ചരമോപചാരം അർപ്പിച്ചായിരുന്നു സഭ രാവിലെ ആരംഭിച്ചത്. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന്റെ 3ാം ദിവസം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നന്ദിപ്രമേയം ടി.പി. രാമകൃഷ്ണൻ അവതരിപ്പിച്ചു. മന്ത്രിസഭാ തീരുമാനങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് ഗവർണർ പ്രസംഗം അവതരിപ്പിച്ചതെന്ന് ടി.പി. രാമകൃഷ്ണൻ സഭയിൽ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടി മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. നന്ദിപ്രമേയത്തിന് മേലുള്ള ചർച്ച ചൊവ്വാഴ്ച തുടരുമെന്ന് സ്പീക്കർ അറിയിച്ചു. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ സർക്കാരിന് തുറന്ന സമീപനമാണ് ഉള്ളതെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA ഉന്നയിച്ചിട്ടുള്ള സബ്മിഷന് സഭയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. അധ്യാപകർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ എത്രയും വേഗം ലഭ്യമാക്കുന്നതിന് സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ വകുപ്പ് സഹമന്ത്രി രാംദാസ് അഠാവാലയുടെ കേരള സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥതല യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി സംബന്ധിക്കും. തുടർന്ന് വാർത്താസമ്മേളനവും നടത്തും. താമരശ്ശേരി ചുരത്തിലെ 6ാം വളവിൽ മുറിച്ചിട്ട മരങ്ങൾ മാറ്റുന്നതിന്റെയും റോഡ് അറ്റകുറ്റപ്പണികളുടെയും ഭാഗമായി ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. യാത്രക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തണം. മൾട്ടി ആക്സിൽ വാഹനങ്ങളും ഭാരമുള്ള വാഹനങ്ങളും നാടുകാണി ചുരം വഴിയോ കുറ്റ്യാടി ചുരം വഴിയോ പോകേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് 2ാം വിള നെല്ല് സംഭരണത്തിനായി 31 മില്ലുകൾ സപ്ലൈകോയുമായി കരാർ ഒപ്പിട്ടു. പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിലാണ് മുമ്പത്തെപ്പോലെ സ്വകാര്യ മില്ലുകൾ വഴി നെല്ലെടുപ്പ് നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. 11 മില്ലുകളാണ് 1ാം വിളയിൽ നെല്ല് സംഭരിച്ചിരുന്നത്. കൂടുതൽ മില്ലുകൾ എത്തിയ സാഹചര്യത്തിൽ 2ാം വിളയിൽ പ്രതിസന്ധി ഉണ്ടാവില്ലെന്നാണ് വിലയിരുത്തൽ. അതേസമയം പാലക്കാട് ജില്ലയിൽ സഹകരണ സംഘങ്ങൾ വഴി നെല്ലെടുത്ത് സഹകരണ ബാങ്കുകൾ വഴി വില വിതരണം നടത്താനാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച പ്രാഥമിക നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് സപ്ലൈകോ അധികൃതർ വ്യക്തമാക്കുന്നത്. അടുത്ത മാസം പകുതിയോടെ ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ കൊയ്ത്ത് ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നു. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കുകയാണ് ലക്ഷ്യം. നാരീശക്തി വന്ദൻ അധിനിയം എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 1:45 പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയിൽ ദേശീയ വനിതാ കമ്മീഷൻ ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് ജി അഞ്ജനദേവി സംസാരിക്കും. ഇടുക്കി ജില്ലയിലെ ആദ്യ കുടുംബശ്രീ പ്രീമിയം കഫേ റെസ്റ്റോറന്റ് വാഗമണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു. വിനോദസഞ്ചാരികൾക്ക് ഗുണമേന്മയുള്ള ഭക്ഷണവും ആധുനിക സൌകര്യങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംരംഭം ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 15ാമത് കുടുംബശ്രീ പ്രീമിയം കഫേയാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിലെ പേട്ട ജംഗ്ഷനിലാണ് പുതിയ പ്രീമിയം കഫേ റെസ്റ്റോറന്റ് സജ്ജമാക്കിയിരിക്കുന്നത്. ഈ കഫേ പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുക. DTPCയുടെ കെട്ടിടം ഏറ്റെടുത്ത് ആധുനിക രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് ഭക്ഷണശാല ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ രാത്രി 10 വരെ പ്രവർത്തിക്കുന്ന കഫേയിൽ പാർക്കിംഗ്, ശൌചാലയങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 20ഓളം കുടുംബശ്രീ അംഗങ്ങൾക്ക് 2 ഷിഫ്റ്റുകളിലായി ഈ സംരംഭത്തിലൂടെ നേരിട്ട് തൊഴിൽ ലഭിക്കും. കണ്ണൂർ തയ്യിലിൽ 1.5 വയസ്സുകാരനെ കടലിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KN പ്രശാന്താണ് ശിക്ഷ വിധിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമായതിനാൽ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി പരിഗണിച്ചില്ല. അമ്മ കുറ്റക്കാരിയെന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച കോടതി വിധിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരെ ഒരു ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. തന്ത്രിയെ കസ്റ്റഡിയിൽ വേണമെന്ന SITയുടെ അപേക്ഷയിലാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ നടപടി. തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി ഈ മാസം 28-ന് പരിഗണിക്കും. ചോദ്യം ചെയ്ത ശേഷം തന്ത്രിയെ ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. 79ാം സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ പഞ്ചാബിനെതിരെ കേരളത്തിന് ജയം. 1-നെതിരെ 3 ഗോളുകൾക്കാണ് കേരളം പഞ്ചാബിനെ വീഴ്ത്തിയത്. അസമിലെ സിലാപത്താർ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ പഞ്ചാബായിരുന്നു മുന്നിൽ. കേരളത്തെ കാര്യമായി ഒന്നും ചെയ്യാൻ അനുവദിച്ചില്ല. രണ്ടാം പകുതിയിൽ ടീം സടകുടഞ്ഞെഴുന്നേറ്റു. 3 ഗോളുകൾ എതിർവടയിൽ അടിച്ചു കയറ്റിയെന്ന് മാത്രമല്ല, മത്സരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം സ്വന്തം വരുതിയിലാക്കുകയും ചെയ്തു. മനോജ് മർക്കസിന്റെ തകർപ്പൻ ഹെഡറിലൂടെയായിരുന്നു കേരളം സമനില ഗോൾ നേടിയത്. മുഹമ്മദ് അജ്സലിന്റെ ഇരട്ട ഗോളിന്റെ മികവിലാണ് കേരളം വിജയം ഉറപ്പാക്കിയത്. ജനുവരി 24-ന് റെയിൽവേസുമായാണ് കേരളത്തിന്റെ അടുത്ത മത്സരം. ഈ മാസം 31-ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യ ന്യൂസിലാൻഡ് 2020 മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് ഔദ്യോഗിക തുടക്കമായി. ഏറ്റവും കുറഞ്ഞ നിരക്കായ 250 രൂപയ്ക്ക് വിദ്യാർത്ഥികൾക്ക് മത്സരം കാണാൻ അവസരമുണ്ടാകും. അപ്പർ ടയർ സീറ്റുകൾക്ക് 500 രൂപയും ലോവർ ടയർ സീറ്റുകൾക്ക് 1200 രൂപയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് UP വാരിയേഴ്സിനെ നേരിടും. രാത്രി 7:30-ന് വഡോദര അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ UP 3-മതും ഗുജറാത്ത് 5-മതുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നാളെ വരെ അറിയിക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 2ാംഘട്ട നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ചൊവ്വാഴ്ച തുടരും. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ സർക്കാരിന് തുറന്ന സമീപനമാണ് ഉള്ളതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കണ്ണൂർ തയ്യിലിൽ 1.5 വയസ്സുകാരനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ഒരു ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പഞ്ചാബിനെതിരെ കേരളത്തിന് വിജയത്തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.